സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും ആദ്യം തന്നെ അറിയിക്കട്ടെ. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 11, 12 മുതൽ 14 വരെ. പിറ്റന്നാൾ അവർ ബേഥാന്യ വിട്ടുപോരുമ്പോൾ യേശുവിന് വിശന്നു. യേശു ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. യേശു അതിനോട്, ഇനി നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 11, അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗത്ത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിച്ചു എന്നറിഞ്ഞ് യെരുശലേമിലേക്ക് പോവുകയാണ്, ദൈവാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ദൈവാലയത്തെ ഉറ്റുനോക്കിയപ്പോൾ അവിടെയുള്ള ആ പരിതാപകരമായ അവസ്ഥകളെല്ലാം മനസ്സിലാക്കുകയാണ്. പിന്നെ യേശു ചെയ്തത്, ദൈവാലയത്തിലെ ദൈവഹിതപ്രകാരമല്ലാത്ത, ദൈവവചനത്തിന് വിരുദ്ധമായ, ദൈവാലയത്തിൽ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുകയാണ്. ശേഷം യേശു ബേഥാന്യയിലേക്ക് പോകുമ്പോൾ ഒരു വൃക്ഷം കാണുകയാണ്. അത്തിവൃക്ഷമായിരുന്നു അത്. അതിൽ നിറച്ച് ഇലകളും ശാഖകളും കൊണ്ട് മൂടിയിരുന്നു. ആ വൃക്ഷം ഒറ്റ നോട്ടത്തിൽ ആരെങ്കിലും കണ്ടാൽ നിറച്ച് ഫലമുള്ളൊരു വൃക്ഷമെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ യേശുവിന് വിശന്നിട്ട് അതിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നാൽ ആ അത്തിയിൽ ഒരു ഫലം പോലും യേശു കണ്ടില്ല. അതിനാൽ യേശു അതിനെ ശപിച്ചതായിട്ടാണ് നാം കാണുന്നത്. യേശു ശപിച്ച ആ അത്തിവൃക്ഷത്തിന് എന്ത് സംഭവിച്ചു എന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നാം കാണുന്നു. അവിടെ രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ കർത്താവ് ഫലം തരികയും കാണാത്തതിനാൽ ശപിക്കുകയും ചെയ്ത അത്തിവൃക്ഷത്തിന് സംഭവിച്ച ദുരവസ്ഥയാണ് നാം കാണുന്നത്. അത് ഉണങ്ങിപ്പോയി. കർത്താവ് ഈ ഭൂമിയിൽ നട്ടിട്ടുള്ള വൃക്ഷങ്ങളാണ് മുഴുവൻ മാനവജാതിയും. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യരെല്ലാവരും. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും സർവശക്തനായ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ
അഥവാ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം ഫലം തിരയുന്നു. ഫലമില്ലാതെ പോയാൽ ശാപകാരണമാകും. ശപിച്ചാൽ നശിച്ചു പോകാനിടയാകും. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുകയാണ്. നാം എന്ന വൃക്ഷം ശപിക്കപ്പെട്ട സ്ഥിതിയിലോ അഥവാ ഫലകരമായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥിതിയിലോ? ചിന്തിക്കാം, ധ്യാനിക്കാം, ഉത്തരം കണ്ടെത്താം. ആമേൻ, ആമേൻ. സൂര്യനായി